നമസ്കാരം. പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ സന്ദീപ് വാര്യർ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുകഞ്ഞ കൊള്ളിയായി മാറി. ഒടുവിൽ സന്ദീപ് വാര്യർ പുറത്തേക്ക് പോകുന്നു. ചില നഗ്ന സത്യങ്ങളൊക്കെ സന്ദീപ് വാര്യർ ഉച്ചസ്ഥിരം വെട്ടി തുറന്ന് പറയുകയും ചെയ്യുന്നു. ഈ കഴിഞ്ഞ ഒരു ദിവസം നമുക്കറിയാം ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനമായിരുന്നു. അപ്പം അതുകൊണ്ട് എല്ലാവരും യുവമോർച്ചക്കാരും എല്ലാം അദ്ദേഹത്തിന് ആദരവർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രകടനമൊക്കെ നടത്തി. ആ പ്രകടനത്തിൽ സാധാരണഗതിയിൽ ഒരാൾക്ക് ആദരവ് അർപ്പിക്കാൻ വേണ്ടി നടന്ന പ്രകടനത്തിൽ സന്ദീപ് വാര്യരെ കയറി തന്തയില്ലാത്ത മൂരാശി എന്നൊക്കെ വിളിച്ചു കളഞ്ഞു. അപ്പം ബി.ജെ.പിക്കാരായതോ അല്ലെങ്കിൽ യുവമോർച്ചക്കാരായതുകൊണ്ടോ അങ്ങനെ ചെയ്തു എന്ന് നമുക്ക് സ്വാഭാവികമായും വിചാരിക്കാം. അത്രയല്ലേ ഒത്തുള്ളൂ. നിന്നെ പകൽ പാലക്കാട് വന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറയുന്ന കൊലവിളിയുമായി അക്ഷരാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമായിരുന്നു. അത് നമുക്കറിയാം. എന്തിനാണ് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ദീപ് വാര്യർ എന്ത് ചെയ്തു? ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: അതായത് യുവമോർച്ചയുടെ കൊലവിളി മുദ്രാവാക്യം കേട്ടു. ഒറ്റുകാരനായി എന്നെ പട്ടാപ്പകൽ പാലക്കാട് എടുത്തോളാം എന്നാണ് കൊലവിളി. ബി.ജെ.പിക്കാർക്ക് ഇതെന്തു പറ്റി? ബി.ജെ.പിക്കാർക്ക് ഇതെന്ത് പറ്റിയെന്ന് എൻ്റെ പൊന്നു സന്ദീപ് വാര്യർ ജി, നിങ്ങൾക്കറിയില്ലേ ഇവർ ബി.ജെ.പിക്കാരായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന്. മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ബി.ജെ.പിക്കാർക്ക് ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അവർ ബി.ജെ.പിക്കാരായതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് എന്ന് മാത്രം ചിന്തിക്കുക. പിന്നെയോ മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുമെന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. പത്രാഫീസുകൾക്കുള്ളിൽ കയറി ശരിയാക്കി കളയുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. ഇത് സന്ദീപ് വാര്യർ പറയുന്നതാണ്. സത്യത്തിൽ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വലിയ കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഏതോ ഒരു മെസ്സേജ്, അതായത് അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതായത് അവരുടെ ഒരു കോർ കമ്മിറ്റി യോഗം നടന്നല്ലോ, ആ സമയത്ത് എന്തോ ഒരു മെസ്സേജ് ആരുടെയോ വന്നിരുന്നു. ആ മെസ്സേജിനകത്ത് വന്ന കാര്യങ്ങളാണ് പത്രക്കാരും ചാനലുകാരും എഴുതി പിടിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ആ മെസ്സേജ് സത്യത്തിൽ സന്ദീപ് വാര്യരുടെ തന്നെ ആണ് എന്നുള്ള കാര്യം ഇത് കേൾക്കുന്നവർക്ക്, അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. അതായത് സന്ദീപ് വാര്യർ എന്തോ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു, പത്രക്കാർക്ക് കൊടുക്കുന്നു, പത്രക്കാർ അത് പ്രസിദ്ധീകരിക്കുന്നു, അല്ലെ ചാനലുകാർ അത് വാർത്തയാക്കുന്നു. ഇതാണ് സത്യത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഇതിൽ സുരേന്ദ്രൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പത്രക്കാരുടെ അങ്ങ് കാണിച്ചു തരാം, പത്ര ഓഫീസിൽ കയറി എന്തോ അങ്ങ് ചെയ്തു കളയും എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇനിയും സുരേന്ദ്രനെതിരെ അല്ലെങ്കിൽ തെറ്റായ വാർത്ത കൊടുക്കുന്ന സമയത്ത് ഇവരെ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല, നട്ടാക്കുരുക്കാത്ത കള്ളം പറയുന്നവരാണെന്ന് തുടങ്ങി പത്രക്കാരെ അടച്ചാക്ഷേപിക്കുകയാണ്. അല്ലയോ മാന്യ മഹാൻജി, നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ പത്രക്കാർ ഇത്രയും കാലം നിങ്ങൾക്ക് വാഴ്ത്തുപാട്ട് പാടി നടന്നപ്പോഴൊന്നും ഈ പത്രക്കാർ മോശമാണ് അല്ലെ ചാനലുകാർ മോശമാണ് എന്ന് തോന്നിയിട്ടില്ലേ? എന്താ തോന്നാഞ്ഞത്? അതായത് ആവശ്യത്തിന് തന്നെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ പത്രക്കാരെല്ലാം ഇവിടെ ഏറ്റവും മഹനീയമായ ജോലി ചെയ്യുന്നവരായി മാറുന്നു. തങ്ങൾക്ക് അഭിമതമല്ലാത്ത വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യുമ്പോൾ അത് അവർ കൊള്ളാത്തവരായി മാറുന്നു. അവരെ പഞ്ഞിക്കിടണം എന്ന് പറയുന്നൊരു ആവശ്യം, അല്ലെങ്കിൽ പത്ര ഓഫീസുകളിൽ കയറി ആക്രമിക്കണം എന്ന് തുടങ്ങിയ തരത്തിൽ പറയുന്നു. ഇതൊക്കെ എവിടുത്തെ ഒരു രാഷ്ട്രീയമാണ്? ഇപ്പോൾ പത്രക്കാർ പറയുന്നത് സത്യമല്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അതായത് ബി.ജെ.പിക്കുള്ളിൽ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നോ? ഈ പറയുന്ന എം.ഡി. രമേശും അതോടൊപ്പം തന്നെ പി.കെ. കൃഷ്ണദാസും ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് സി കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കാൻ വേണ്ട പരിശ്രമങ്ങൾ നടത്തി എന്ന് തന്നെയാണോ പറഞ്ഞു വരുന്നത്? പിന്നെ എന്തിനാണ് സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയത്? വെറുപ്പിന്റെ ഫാക്ടറി എന്ന് ഒടുവിൽ സന്ദീപ് വാര്യർ കോൺഗ്രസ് പാളയത്തിലിരുന്നു കൊണ്ട് പറയാനിടയ സാഹചര്യം എന്താണ്? കൊടകര കുഴൽപ്പണക്കേസ് തെരഞ്ഞെടുപ്പ് കാലത്ത് കത്തിച്ചു വിട്ടത് ആരുടെ ബുദ്ധിയാണ്? അപ്പോൾ ഈ പറയുന്ന പോലെ അതെല്ലാം കൊണ്ടുവന്ന് ശോഭാ സുരേന്ദ്രൻ നൈസായിട്ട് കൊണ്ടുവന്ന് കൊട്ടിയത് CPM-ന്റെ തലയായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. അപ്പം യാഥാർത്ഥ്യമല്ലേ ഈ പറയുന്ന പത്രക്കാർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തുകൊണ്ട് ഇതൊന്നും സത്യമല്ല എന്നും ഞങ്ങൾക്കിടയിൽ യാതൊരു പടലപ്പിണക്കങ്ങളില്ല എന്നും ഞാൻ തന്നെ ആയിരിക്കും വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ബി.ജെ.പിയെ കേരളത്തിൽ നയിക്കുക എന്നും ധൈര്യപൂർവ്വം പറയാൻ എന്തുകൊണ്ട് കെ സുരേന്ദ്രന് കഴിയുന്നില്ല? ഞങ്ങൾക്കിടയിൽ യാതൊരു ഭിന്നതകളുമില്ല. നിങ്ങൾ ഒരുമിച്ച് ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും പി.കെ. കൃഷ്ണദാസ് എം.ഡി. രമേശും ചേർന്ന് ഒരുമിച്ചിരുന്നുകൊണ്ട് പത്രസമ്മേളനം വിളിക്കാമോ? അതിനുള്ള തണ്ടലുണ്ടോ? ഈ മാധ്യമപ്രവർത്തകരെ മുഴുവൻ കുറ്റം പറയുകയും അതോടൊപ്പം മാധ്യമ സ്ഥാപനങ്ങളിൽ കയറി ചെന്നവരെ പാഠം പഠിപ്പിക്കാൻ നിൽക്കുന്ന കെ സുരേന്ദ്രൻ എന്ന് ചോദിച്ചാൽ അത് ചെയ്തു തരാൻ അല്ലെങ്കിൽ ചെയ്ത് കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ല, അതൊരിക്കലും നടപ്പുള്ള കാര്യമല്ല. അത് ഇതിനു മുമ്പ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതായത് കെ സുരേന്ദ്രനെ ശക്തനാക്കുന്നത് പി.കെ. കൃഷ്ണദാസ് എം.ഡി. രമേശും കൂടി ചേർന്നിട്ടാണ് എന്ന് സന്ദീപ് വാര്യർ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. കാര്യം എന്താ? ഒരു എതിർചേരി ഉണ്ടാക്കിയത് ദുർബലന്മാരായ എതിർചേരികളായി പോയി എന്ന് പി.കെ. കൃഷ്ണദാസും എം.ഡി. രമേശും ദുർബലന്മാരാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്.
അതോടൊപ്പം തന്നെ ഇവിടെ പ്രഭാരി എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്ന റിട്ടയർഡായ ഒരു BJP-കാരനെ റിട്ടയർഡ് രാഷ്ട്രീയക്കാരൻ എന്ന് തന്നെയാണ് വിളിച്ചത്. റിട്ടയർഡായ ഒരു രാഷ്ട്രീയക്കാരനെ ഇവിടെ കൊണ്ടുവന്ന് ചിപ്സ് കൊടുത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുത്ത് AC മുറിയെടുത്ത് താമസിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ കെ സുരേന്ദ്രൻ പ്രകാശ് ജാവദേക്കർ എന്ന് പറഞ്ഞ പ്രഭാരിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അത്രേ. അതായത് ഒരു ഫോൺ കോൾ വന്നാൽ പോലും എടുക്കില്ല. അത്രയ്ക്ക് അറപ്പും വെറുപ്പുമാണ് പ്രകാശ് ജാവദേക്കറിനോട് കെ സുരേന്ദ്രൻ എന്ന് ഈ സന്ദീപ് വാര്യർ തന്നെ പല വെട്ടിത്തുറന്ന് പറഞ്ഞല്ലോ. എങ്ങനെ ഫോൺ എടുക്കാതിരിക്കുന്നത് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ഒപ്പം ഉണ്ടായിരുന്നു ഈ സന്ദീപ് വാര്യർ പലപ്പോഴും സുരേന്ദ്രൻ്റെ. ആ സമയത്ത് കണ്ടതാണ് പ്രകാശ് ജാവദേക്കറിനെ ഒഴിവാക്കി വിടുന്നത്. അപ്പോൾ ഈ പ്രകാശ് ജാവദേക്കറിനെ കൊണ്ട് കേരളത്തിൽ വന്ന് എന്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ്? അതിൻ്റെ അർത്ഥം കേന്ദ്ര നേതൃത്വം ഒരു പരിധി വരെ നോക്കിക്കഴിഞ്ഞാൽ കേരള സംസ്ഥാന നേതൃത്വത്തെ BJP-യുടെ സംസ്ഥാന ഘടകത്തെ തഴഞ്ഞിട്ടിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും വലിയ നേട്ടമൊന്നും ഇല്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചപ്പോഴും തൽക്കാലം അവിടെ നില്ല് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്. എന്നിട്ട് നമുക്കറിയാം CPM-നെതിരായ ഒരു വാർത്ത ഇവിടെ പ്രസിദ്ധീകരിച്ച ഒരു ചാനലിനെതിരെ ഇവിടെ ശക്തമായി CPM-കാർ പ്രതിഷേധിക്കാൻ ഇറങ്ങിയപ്പോൾ അതിനെ ഞങ്ങൾ ഒറ്റക്കെട്ടായി എന്ത് വില കൊടുത്തും ചോര കൊടുത്തും നീര് കൊടുത്തും ഞങ്ങൾ അവിടെ സംരക്ഷിക്കും ആ സ്ഥാപനത്തെ എന്ന് പറഞ്ഞ ആൾക്കാരാണ് കെ സുരേന്ദ്രൻ്റെ കൂടെയുള്ളത് BJP-ക്കാർ. അന്ന് CPM-കാർ തെറ്റുകാരായിരുന്നു. അപ്പോൾ ഇതാണ് പറയുന്നത്, ഈ തങ്ങൾക്കെതിരായ വാർത്തകൾ വരുമ്പോൾ അവരൊക്കെ കൊള്ളാത്തവരായി പെയ്ഡ് ന്യൂസുകാരായി മാറുന്ന ഒരു വാർത്തയുടെ രാഷ്ട്രീയമുണ്ട്. അത് തെറ്റായിപ്പോയി ഒരിക്കലും. അപ്പോൾ അങ്ങനെ പത്രാഫീസുകൾ കടന്നു കയറിക്കൊണ്ട് അവരെ എന്തും ചെയ്യാം എന്തും വകവരുത്താം എന്നൊക്കെ അങ്ങനെ തീരുമാനിക്കുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. അതാണ് പറഞ്ഞത്. ശോഭാ സുരേന്ദ്രനും MD രമേശും PK കൃഷ്ണദാസും ഈ പറയുന്ന സന്ദീപ് വാര്യരും പിന്നെ പുകഞ്ഞ കൊള്ളിയായി അത് പുറത്താവുകയും ചെയ്തു. കെ സുരേന്ദ്രനും ഒരുമിച്ചിരുന്നു കൊണ്ടൊരു പത്രസമ്മേളനത്തിൽ ഏകകണ്ഠമായി എന്തെങ്കിലും ഒരു കാര്യം അവതരിപ്പിക്കാൻ തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിക്കുകയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം തിരുത്തി എഴുതും, മാറ്റിമറിച്ച് എഴുതും. BJP-യിൽ യാതൊരു കലഹവുമില്ല എന്നെഴുതും. BJP നന്മയുടെ പാർട്ടിയാണെന്ന് എഴുതും. അങ്ങനെ ഈ മാധ്യമങ്ങൾ അങ്ങനെ എഴുതും. ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കും. ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുന്നേ. ഇനിയും നമുക്ക് ബാക്കി സന്ദീപ് വാര്യരുടെ ബാക്കിയുള്ള പോസ്റ്റുകൾ നമുക്ക് വായിക്കാം. അസഹിഷ്ണുതയുടെ വെറുപ്പിന്റെ കൂടാരമായി മാറിയ നിങ്ങളിൽ നിന്ന് അകന്നു നടക്കാൻ തീരുമാനിച്ചത് ശരിയായിരുന്നു എന്ന് നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എന്നെ ബോധ്യപ്പെടുത്തുകയാണ്. മനസ്സിലായല്ലോ? എന്താണ് അസഹിഷ്ണുതയുടെ വെറുപ്പിന്റെ കൂടാരമായി മാറിയ നിങ്ങളിൽ നിന്ന് അകന്നു നടക്കാൻ തീരുമാനിച്ചത് ശരിയായിരുന്നു എന്ന് നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എന്നെ ബോധ്യപ്പെടുത്തുകയായിരുന്നു എന്ന് പെടുത്തുകയാണ് അല്ലേ? സന്ദീപ് വാര്യർ അവിടെ നിന്ന് പോയി. സന്ദീപ് വാര്യർ വിളിച്ചു പറഞ്ഞ പക്ഷെ വേറൊരു കാര്യമുണ്ട്. സന്ദീപ് വാര്യർ ചെയ്ത വേറൊരു നെറുകേടുണ്ട്. സന്ദീപ് വാര്യർ അവിടെ നിന്ന് പുറത്തായിട്ടുണ്ടെങ്കിൽ, പാർട്ടിയിൽ നിന്ന് പുറത്തായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് വാര്യർ ആ തീരുമാനമെടുത്തത്. അതായത് സന്ദീപ് വാര്യരുടെ അമ്മ മരിച്ചപ്പോൾ C കൃഷ്ണകുമാർ അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ പാർട്ടിയിലുള്ള ആരും അന്വേഷിച്ചില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തനിക്ക് വേദിയിൽ സീറ്റ് നിഷേധിച്ചു. ഇങ്ങനെ തുടങ്ങി രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ മാറി നിന്നത്. അല്ലാതെ രാഷ്ട്രീയത്തോടുള്ള, അല്ലെങ്കിൽ അവരിതുവരെ ഒരു കരുതിക്കൊണ്ടുപോയ അവരില്ലെങ്കിൽ ഇതുവരെ കൊണ്ടുകടന്ന ഒരു രാഷ്ട്രീയ ചിന്താഗതിയുണ്ട്. ആ ചിന്താഗതിയെ കുറ്റം പറഞ്ഞിട്ടല്ല സന്ദീപ് വാര്യർ ഇറങ്ങിപ്പോയത്. എനിക്ക് BJP-യുടെ ഇന്ന കാര്യങ്ങളിൽ എനിക്ക് എതിർപ്പുണ്ട്, BJP നടത്തി വരുന്ന ഇന്ന പ്രവർത്തനങ്ങൾ അക്കമിട്ട് പറയാൻ എന്തുകൊണ്ട് സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞില്ല? എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കോൺഗ്രസിൽ ചെന്ന് ചേക്കേറിയതിന് ശേഷം മാത്രമാണ് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ കുറവ് ധർമ്മരാജൻ്റെ ബുക്കിൽ ഡയറിയിൽ തൻ്റെ പേരില്ല എന്നുള്ളതാണെന്ന്. അതായിരുന്നില്ല സന്ദീപ് വാര്യർ ചെയ്യേണ്ടിയിരുന്നത്. നിങ്ങൾ തണ്ടലുള്ള, അല്ലെങ്കിൽ ധൈര്യമുള്ള, അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ, RSS എന്ന് പറയുന്ന കക്ഷിയുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങൾക്കെതിരല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എതിരായിരുന്നുവെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം അതായിരുന്നു പറയേണ്ടിയിരുന്നത്. രാഷ്ട്രീയം പറയണമായിരുന്നു. BJP ചെയ്യുന്ന ഈ പ്രത്യേകം ഹിന്ദു വിരുദ്ധ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത എനിക്കിഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നു. അല്ലെങ്കിൽ BJP-കാർ ചെയ്തു വരുന്ന ക്രിസ്ത്യൻ പ്രീണനം എനിക്കിഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നു. BJP-കാർ കേരളത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മതേതരത്വം അതെനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നു. ഇങ്ങനെയല്ല പറഞ്ഞത്. വ്യക്തിപരമായി തനിക്ക് ഒരു കൺവെൻഷനിൽ സീറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇരിപ്പിടം നിഷേധിച്ചു, അമ്മയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഒരു BJP പ്രവർത്തകരും വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് വാര്യർ പുറത്തായത് എന്നുള്ള കാര്യവും സന്ദീപ് വാര്യർ ഓർക്കുന്നതായിരിക്കും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ. പിന്നെ ബാക്കി ഇനി കണ്ടിന്യൂ ചെയ്യുന്ന ഇങ്ങനെയാണ്: നിങ്ങളുടെ കൊലക്കത്തി പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് അശേഷം ഭയമില്ല.
ഒറ്റുകാരുടെ കൂടെ നിന്ന് ചതിക്കുന്നവരും BJP ഓഫീസിനകത്താണ് ഇരിക്കുന്നത്, അത് ഞാനല്ല. അത് സത്യമാണ്, അക്കാര്യത്തിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാം. ഒറ്റുകാരുടെ കൂടെ നിന്ന് ചതിക്കുന്നവരും BJP ഓഫീസിനകത്താണ് ഇരിക്കുന്നത്, അല്ലേ? അത് ഞാനല്ല. ഒറ്റുകാരെന്ന് പറയാൻ ഉണ്ട്, ഒറ്റുകാർ ഒരുപാട് പേര് BJPക്ക് അകത്ത് തന്നെയുണ്ട്. സുരേന്ദ്രനെ ഒറ്റിയതാരൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ആരെയൊക്കെ സുരേന്ദ്രൻ പാര വെച്ച് പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രനോട് ചോദിച്ചാൽ അറിയാം. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനൊന്നും പറയാൻ സാധ്യതയില്ല. കാര്യം കായംകുളത്ത് ഏതോ ഒരു മണ്ഡലം പ്രതീക്ഷിച്ചുകൊണ്ട്, കായംകുളം നിയോജക മണ്ഡലം പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിൽപ്പാണ്. പക്ഷേ അവിടെ ബിപിൻ സി ബാബു കയറി വെട്ടി നിരത്താനുള്ള തയ്യാറെടുപ്പ് ബിപിൻ സി ബാബു നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആദ്യ പടി കഴിഞ്ഞ ദിവസം പാർട്ടി പ്രവേശനമാണ്, BJPയിലേക്കുള്ള പ്രവേശനമാണ്. അതോടൊപ്പം തന്നെ ഇത് കുറച്ച് കാലത്തിന് മുമ്പേ തുടങ്ങി. ഇവിടെ ശബരിമലയിൽ അദ്ദേഹം പോയിട്ട് BJP പ്രവർത്തകനൊപ്പം ചേർന്നിട്ടാണ് അവിടെ ഒരു ഹോട്ടൽ നടത്തുന്നത്. അപ്പം ഇതിനു മുമ്പ് ചർച്ചകൾ പലത് കഴിഞ്ഞു, BDJS-ഉമായിട്ട് വരെ ചർച്ചകൾ കഴിഞ്ഞതാണ്. അപ്പോൾ കൃത്യമായി ബിപിൻ സി ബാബുവിൻ്റെ മുന്നിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു. അതിൽ തെറിക്കാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രൻ കായംകുളം എന്ന് പറയുന്ന മണ്ഡലത്തിന് മേലെ വെച്ചിരിക്കുന്ന കണ്ണാണ് എന്നുകൂടി ആലോചിക്കുക. അവിടെ CPM-ന് വേറെ ആണുങ്ങൾ, നല്ല കഴിവുള്ളവർ മത്സരിക്കും. പിന്നെയോ, എനിക്ക് നേരെ കൊലവിളി മുദ്രാവാക്യം ഉയർത്തി യുവമോർച്ചയോടെയാണ് പറയാനുള്ളത്. എൻ്റെ നേരെ കൊലവിളി മുദ്രാവാക്യം വിളിക്കാൻ കാണിച്ച ആത്മാർത്ഥതയുടെ 100-ൽ അംശം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ കേരളത്തിലെ 13 ജില്ലയിലും KT ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ റാലി നടക്കേണ്ടതായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ജയകൃഷ്ണൻ മാസ്റ്റർ പോലും കണ്ണൂരിൽ മാത്രം ഒതുക്കേണ്ട പേരായല്ലോ. അപ്പോൾ അതായത് അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട്. എനിക്ക് നേരെ കൊലവിളി മുദ്രാവാക്യം ഉയർത്തി യുവമോർച്ചയോട് എന്താ പറയാനുള്ളത് നോക്കാം. എൻ്റെ നേരെ കൊലവിളി മുദ്രാവാക്യം വിളിക്കാൻ കാണിച്ച ആത്മാർത്ഥതയുടെ 100-ൽ അംശം ഉണ്ടായിരുന്നെങ്കിൽ 13 ജില്ലയിലും ജയകൃഷ്ണൻ മാസ്റ്ററുടെ റാലി നടത്താമായിരുന്നു എന്ന്, അനുസ്മരണ റാലി നടത്താമായിരുന്നു എന്ന്. അത് ശരിയാ. അല്ലെങ്കിൽ തന്നെ യുവമോർച്ച എന്നൊക്കെ പറഞ്ഞ് എന്ത് ജനകീയ വിഷയം ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ള സംഘടനയാണെന്ന് നമുക്ക് മലയാളികൾക്കൊക്കെ അറിയാം. ഏതെങ്കിലും ഒരു ജനകീയ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു അത്തരത്തിലുള്ള വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ലഭിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഉണ്ട് എന്ന്. അവർ ഈ പറയുന്ന പോലെ കൊലവിളി മുദ്രാവാക്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നു. അവർക്ക് അവിടെ ആകെപ്പാട് ഒതുങ്ങിക്കൂടുന്ന തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ മാത്രമാണ് യുവമോർച്ച കാര്യക്ഷമമായി എന്തെങ്കിലും മുന്നോട്ട് നടത്തിയിട്ടുള്ളത്. കാര്യം എന്താ? അവിടെ BJP പ്രതിപക്ഷമായതുകൊണ്ട് അവരവിടുത്തെ കളികൾ കളിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്കൊന്നും കയറി യുവമോർച്ച ഇടപെടില്ല. അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം ഉയർന്നു വരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒരു വിഷയത്തിലായിരിക്കും പലപ്പോഴും യുവമോർച്ച ഇടപെടാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ യുവമോർച്ചയെ നിങ്ങൾ പഠിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ള ഓർക്കുമ്പോഴാണ് സന്ദീപ് വാര്യർജി നിങ്ങളുടെ ഗതികേട്. ബാക്കിയുള്ള ജില്ലകളിൽ പാർട്ടി ആഫീസിനകത്ത് പേരിനൊരു പുഷ്പാർച്ചന. ജയകൃഷ്ണനെ വെട്ടിയെറിഞ്ഞ CPM-ഉമായി കേരളത്തിൽ നാണമില്ലാതെ സഖ്യം ചേർന്ന BJP നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ സകല കേസുകളിൽ നിന്നും വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലയാളിയായ പിണറായി വിജയനെ രക്ഷിച്ചെടുക്കുന്ന BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ നട്ടല് നിവൃത്തി എതിർക്കാൻ തൻ്റെ ഇടമുള്ള ഒരുത്തം പോലും നിങ്ങൾക്കിടയിലില്ലല്ലോ. അത് സംഭവം കൊള്ളാം. അതായത് ഇത് എല്ലാ BJP പറയുന്ന പോലെ, കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ തന്നെ BJP-യും CPM-ഉം തമ്മിൽ എവിടേക്കോ അന്തർധാര പ്രവർത്തിക്കുന്നുണ്ടത്രേ. അപ്പോൾ ആ അന്തർധാര പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ പിണറായി വിജയനെ ഇവിടെ സംരക്ഷിച്ച് പിടിക്കുന്നു, അല്ലേ? അതുകൊണ്ട് പിണറായി വിജയനെ രക്ഷിച്ചെടുക്കുന്ന BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ നട്ടല് നിവർത്തി എതിർക്കാൻ തൻ്റെ ഇടമുള്ള ഒരുത്തൻ പോലും ആവളാം, അല്ലേ? എന്നിട്ട് എവിടെയാണ് സന്ദീപ് വാര്യർ ഇത്രയും ദിവസമായാലും കോൺഗ്രസിനകത്ത് കയറിയിട്ട് എവിടെ എതിർത്തു? എന്ത് എതിർപ്പാണ് കാണിച്ചത്? ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് തൽക്കാലം CPM-നെ പഴിചാരി രക്ഷപ്പെടുക എന്നുള്ളത് മാത്രം. KT ജയകൃഷ്ണൻ അനുസ്മരണ റാലി പോലും CPM-ന്റെ തീട്ടൂരത്തിന് വഴങ്ങി കണ്ണൂരിലേക്ക് മാത്രമായി ഒതുക്കിയ സുരേന്ദ്രനും കൂട്ടാളികൾക്കുമെതിരെ ശബ്ദിക്കാൻ നട്ടലില്ലാത്തവർ എന്നെ ഭീഷണിപ്പെടുത്താൻ വരരുത്. നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിത്തരാൻ സൗകര്യമില്ല. കൊള്ളാം, നല്ല വേഡിങ്സുകളാണ്, നല്ല വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിത്തരാൻ എനിക്ക് മനസ്സില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കൊള്ളാം. എന്ത് തന്നെയാണെങ്കിലും സന്ദീപ് വാര്യർ ഇതിനു വേണ്ടിയിട്ടെങ്കിലും താങ്കൾ ഇച്ചിരി ഉച്ചത്തിൽ സംസാരിച്ചല്ലോ. പക്ഷേ ഇപ്പോഴും നിങ്ങൾ RSS-ൽ നിന്ന് വിട്ടുമാറാൻ തയ്യാറല്ല. RSS-ന് കൊടുക്കാൻ ഉദ്ദേശിച്ച ഭൂമി അമ്മയുടെ ഇഷ്ടത്തിനാണ് എന്ന് കരുതിയിട്ടെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നു. നിങ്ങൾ RSS-ൽ നിന്ന് ഔദ്യോഗികമായി പുറത്തിറങ്ങിയതായിട്ട് എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൂടി ചിന്തിക്കുക, അതുകൂടി ചെയ്തു വെക്കുക. അതിനുശേഷം മാത്രം ഈ പറയുന്ന തീട്ടൂരവുമായി ഇറങ്ങിയാൽ മതി സന്ദീപ് വാര്യർ എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങും. നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ BJP വിട്ടിരുന്നെങ്കിൽ മര്യാദയുണ്ടായിരുന്നു, മാന്യതയുണ്ടായിരുന്നു. ഇതങ്ങനെയൊന്നും അല്ലല്ലോ. നിങ്ങൾ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ BJP ബന്ധം ഉപേക്ഷിച്ചത്. അപ്പോൾ വ്യക്തിപരമായ ബന്ധത്തിന് ഉപേക്ഷിച്ച, അല്ലെങ്കിൽ BJP പോലെ ഇത്രയും കാലം വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കോൺഗ്രസിനെ വഞ്ചിക്കാനും ഇനി അധികകാലം ഉണ്ടാകില്ല എന്ന് തന്നെ ഓർക്കണം. ഏറിയാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രം.